നീണ്ട 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംവിധായകൻ കമൽ സിനിമയുമായി എത്തുകയാണ്. വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയാണ് കമലിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം. അതേസമയം സിനിമയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് അബദ്ധം സംഭവിച്ചതിനെപ്പറ്റി പറയുകയാണ് സംവിധായകൻ. ഇപ്പോഴും ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയൊരു അനുഭവം ദിലീപിൻ്റെ ഗ്രാമഫോൺ എന്ന സിനിമയിലെ ക്ലൈമാക്സിൽ വരുത്തിയ മാറ്റമാണെന്നാണ് ഫിൽമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ കമൽ പറയുന്നത്. ദിലീപ് അടക്കമുള്ളവരുടെ നിർബന്ധം കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും സംവിധായകൻ പറയുന്നു. കഥാപാത്രങ്ങൾക്കനുസരിച്ച് താരങ്ങളെ തിരഞ്ഞെടുക്കുക എന്നതാണ് എൻ്റെ രീതി. പിന്നെ സൂപ്പർ താരങ്ങൾ വരുമ്പോൾ അവർക്ക് പറ്റുന്ന കഥ തിരഞ്ഞെടുക്കാറുമുണ്ട്. എങ്കിലും അവരുടെ താരമൂല്യത്തിന് അനുസരിച്ചുള്ള കഥ ഉണ്ടാക്കാറില്ല. കഥാപാത്രമായി താരങ്ങളെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നല്ല റോളും കിട്ടും. സിനിമ സക്സസ് ആവാൻ വേണ്ടി കൊമേഴ്സ്യൽ ഫോർമുല ചേർത്തിട്ട് സിനിമകൾ ചെയ്യാറില്ല. എന്നാൽ നല്ല കഥയും കഥാപാത്രങ്ങളും ചെയ്യുമ്പോൾ താരങ്ങൾക്കും ഗുണം ചെയ്യാറുണ്ട്. സെല്ലുലോയിഡിലൂടെ പൃഥ്വിരാജിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുൻപ് ചെയ്ത സിനിമകളിൽ നിന്നും വേറിട്ട കഥയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സിനിമയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട്. അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും എല്ലാം മാറി. അതിലേറ്റവും മാറ്റം OTT പ്ലാറ്റ്ഫോമാണ്. അതിനു വേണ്ടിയിട്ടാണ് സിനിമകൾ വരുന്നത്. ഞാൻ എന്നും വിശ്വസിക്കുന്നത് തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നതാണ്. മാത്രമല്ല, ഇക്കാലത്ത് തിയേറ്ററിക്കൽ സിനിമ എന്നൊരു മാറ്റം കൂടി വന്നിട്ടുണ്ട്. തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന അടിയും ഇടിയും വലിയ സൗണ്ടുമൊക്കെ ഉള്ളതാണെന്നാണ് യൂത്തന്മാരിടയിലൊരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത്. അതായത് തിയേറ്ററിക്കൽ അനുഭവമെന്ന് പറയുക ഏതുതരം സിനിമയാണെങ്കിലും അത് അവതരിപ്പിക്കുന്ന രീതിയാണ് തിയേറ്ററിക്കൽ അനുഭവം. സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെനിക്ക് തോന്നിയത് ഗ്രാമഫോൺ എന്ന സിനിമയിലെ ക്ലൈമാക്സിൽ മാറ്റം വരുത്തിയിട്ട് കൊടുത്തതാണ്. ആ സിനിമയിൽ 2 ക്ലൈമാക്സ് ഉണ്ട്. അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. ശരിക്കും സിനിമയുടെ ക്ലൈമാക്സിൽ മീര ജാസ്മിൻ്റെ കഥാപാത്രം ഇസ്രായേലിലേക്ക് തിരിച്ചു പോകുന്നതാണ് കഥയിലുള്ളത്. അതായിരുന്നു ശക്തിയായിട്ടുള്ളത്. പക്ഷേ അതിവിടെ പ്രദർശിപ്പിച്ചാൽ കുഴപ്പമാകുമെന്ന് ദിലീപ് അടക്കമുള്ള ആളുകളും പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും അടക്കം നിർബന്ധിച്ചിരുന്നു. പടം ഓടണമല്ലോ എന്ന പേടിയിൽ അതിൻ്റെ ക്ലൈമാക്സ് വീണ്ടും ഷൂട്ട് ചെയ്തു. അത് മാറ്റി ഷൂട്ട് ചെയ്തതുകൊണ്ട് തിയേറ്ററിൽ കാര്യമായ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല. മീര തിരിച്ചു വരുന്നത് പോലെ ആയിരുന്നു അത് മോശമാവുകയും ചെയ്തു. പിന്നീട് സാറ്റലൈറ്റിന് കൊടുത്തപ്പോൾ പഴയ ക്ലൈമാക്സ് ആണ് കൊടുത്തത്. ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാലും 2 വേർഷനിലും ക്ലൈമാക്സ് കിട്ടും. എനിക്കിഷ്ടപ്പെട്ടതും മീരയുടെ കഥാപാത്രം തിരിച്ചു വരാത്തതും തന്നെയാണെന്ന് കമൽ പറയുന്നു.